ജമ്മു കാശ്മീരിലെ പഹൽഗാം മേഖലയിൽ കഴിഞ്ഞ 22-ന് നടന്ന ഭീകരാക്രമണത്തിൽ 25-ലധികം വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധഭീഷണി ഉയർന്നുവരുന്നു. ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനെ ആക്രമിക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനെ 4 കഷണങ്ങളായി വിഭജിക്കുക എന്നതാണ് ദീർഘകാല പരിഹാരമെന്ന് മുതിർന്ന BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. 22-ാം തീയതി കശ്മീരിലെ പഹൽഗാം പ്രദേശത്ത് ഒത്തുകൂടിയ വിനോദസഞ്ചാരികൾക്ക് നേരെ സൈനിക യൂണിഫോം ധരിച്ച ഭീകരർ അപ്രതീക്ഷിതമായി ആക്രമണം നടത്തുകയായിരുന്നു. ഒരു പ്രദേശവാസി ഉൾപ്പെടെ 26 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാജ്യമെമ്പാടും വൻ കോളിളക്കം സൃഷ്ടിച്ച സംഭവം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ ശക്തമായി അപലപിച്ചു. അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇസ്രയേൽ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളും തങ്ങളുടെ അപലപനം പ്രകടിപ്പിച്ചു. കുറ്റവാളികൾ ലോകത്തെവിടെയായിരുന്നാലും അവരെ വെറുതെ വിടില്ലെന്നും അവർക്കർഹമായ ശിക്ഷ നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. മാത്രമല്ല, ആണവായുധങ്ങളുണ്ടെന്ന് പാകിസ്ഥാൻ വീമ്പ് പറഞ്ഞ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി. ഇതിന് ചുട്ട മറുപടിയാണ് നരേന്ദ്രമോദി പാകിസ്ഥാന് നൽകിയത്. ഞങ്ങൾക്കും ആണവായുധങ്ങളുണ്ട്, അതൊന്നും ദീപാവലിക്ക് പൊട്ടിക്കാനുള്ളതെന്ന് നരേന്ദ്രമോദി തുറന്നടിച്ചു. ആവശ്യം വന്നാൽ അതുപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ ആക്രമണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധസാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരവധി സുപ്രധാന ചരിത്ര കരാറുകൾ റദ്ദാക്കപ്പെടുകയും ഇരു രാജ്യങ്ങളും യുദ്ധാഭ്യാസങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ വ്യോമസേന, നാവികസേന, കരസേന എന്നീ 3 സായുധ സേനകളും ജാഗ്രത പാലിച്ചിരിക്കുന്നതിനാൽ ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനെ ആക്രമിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരർക്ക് പാകിസ്ഥാനിൽ ആയുധ പരിശീലനം ലഭിച്ചുവെന്ന് ആരോപിക്കപ്പെടുമ്പോൾ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കൽ, അട്ടാരിയിലേക്കുള്ള അതിർത്തി അടച്ചുപൂട്ടൽ, പാകിസ്ഥാനികളോട് ഇന്ത്യ വിട്ടുപോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ തുടർച്ചയായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനെ 4 കഷണങ്ങളായി വിഭജിക്കുക എന്നതാണ് ദീർഘകാല പരിഹാരമെന്ന് മുതിർന്ന BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. ഇത് സംബന്ധിച്ച് അദ്ദേഹം തന്റെ എക്സ് പേജിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: ഇന്ത്യ പാകിസ്ഥാനെ തകർക്കുക എന്നതാണ് ദീർഘകാല പരിഹാരം. അതായത് പാകിസ്ഥാനെ 4 ഭാഗങ്ങളായി വിഭജിക്കണം. ബലൂചിസ്ഥാൻ, സിന്ധ്, പഖ്തുനിസ്ഥാൻ, പശ്ചിമ പഞ്ചാബിന്റെ ബാക്കി ഭാഗങ്ങൾ. 4നെയും സംരക്ഷിക്കാൻ ഇന്ത്യൻ സായുധസേന തയ്യാറായിരിക്കണം. ബലൂചിസ്ഥാൻ, സിന്ധ്, പഖ്തുനിസ്ഥാൻ എന്നിവയെ സ്വതന്ത്ര രാജ്യങ്ങളായി ഇന്ത്യ അംഗീകരിക്കണം. പാകിസ്ഥാനുമായി ശാശ്വത സമാധാനം കൈവരിക്കാൻ ഇന്ത്യക്ക് എന്തെല്ലാം വഴികളുണ്ടെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിലവിൽ പാകിസ്ഥാനിലെ പശ്ചിമ പഞ്ചാബ്, ബലൂചിസ്ഥാൻ, സിന്ധ്, പഷ്തൂണിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങൾ പ്രക്ഷുബ്ധമാണ്. ഇന്ത്യ പാകിസ്ഥാന്റെ ബാക്കി ഭാഗങ്ങളെ നേരിടണം. അതിനാൽ ഇന്ത്യക്ക് മുന്നിലുള്ള ഏക മാർഗം പാകിസ്ഥാനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.